വെൽക്കം ടു കൊറിയൻ മല്ലൂസ്. യൂസ് ഫോർ മൈ ടാലൻറ്റ് എന്ന ഡ്രാമയുടെ ഈ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ വാങ്ഷിയാനെ വിളിക്കാൻ ഓഫീസിലെത്തിയ ഡോങ്ഷയെ കൊണ്ട് ബാഗ് പിടിപ്പിക്കാനുള്ള ആഗ്രഹം കൊണ്ട് ഈ ബാഗ് ഒന്ന് പിടിക്കുമോ, നല്ല വെയിറ്റ് തോന്നുന്നുണ്ടെന്ന് വാങ്ഷിയാൻ പറയുന്നു. അവൻ പക്ഷെ അത് പിടിച്ചു നോക്കിയിട്ട് ഇതിന് വെയിറ്റ് ഒന്നും തോന്നുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് അവളുടെ കയ്യിൽ തന്നെ തിരികെ കൊടുക്കുന്നു. വാങ്ഷിയാൻ ആകെ ചമ്മുന്നുണ്ടെങ്കിലും അവളത് പുറത്തു പറയുന്നില്ല. അടുത്ത ദിവസം രാവിലെ തന്നെ അവൻ പോഷക സമൃദ്ധമായ ബ്രേക്ക്ഫാസ്റ്റ് സ്വന്തമായി റെഡിയാക്കി വാങ്ഷിയാൻ്റെ വീട്ടിലെത്തുന്നു. പോരാഞ്ഞിട്ട് അവളുടെ കൈയുടെ ബലം കൂട്ടാൻ എക്സർസൈസ് ചെയ്യാനായി 2 ഡംബിൾസും കൊണ്ട് കൊടുക്കുന്നുണ്ട്. ഒരു ബാഗ് പിടിക്കാൻ പറഞ്ഞത് കാരണം അവൻ കാണിച്ചു കൂട്ടുന്നത് കണ്ട് വാങ്ഷിയാൻ ചിരിപൊട്ടുന്നുണ്ടെങ്കിലും അവളത് പുറത്ത് കാണിക്കാതെ നിയന്ത്രിക്കുന്നുണ്ട്. നഴ്സിംഗ് ഹോമിൻ്റെ പ്രൊജക്റ്റ് BG ഗ്രൂപ്പിൽ അവതരിപ്പിച്ചത് ശുഭാൻജിയാണ്. ആദ്യം പ്രൊജക്റ്റ് അവതരിപ്പിക്കാൻ വന്നപ്പോഴത്തെ പോലെ പേടിയും ടെൻഷനും ഒന്നും ഇപ്പോൾ അവൾക്കുണ്ടായിരുന്നില്ല. അവളുടെ പ്രൊജക്റ്റ് അവർക്ക് ഇഷ്ടപ്പെടുന്നുമുണ്ട്. പ്രസൻറ്റേഷൻ കഴിഞ്ഞ പുറകിന് റെൻഷിയുടെ മുഖം സ്ക്രീനിൽ കണ്ടതുപോലെയും അവൻ വേഗം അവിടെ നിന്ന് പോകുന്നത് പോലെയും ശുഭാൻജിക്ക് തോന്നുന്നതിനാൽ അവൾ അവനെ തിരിഞ്ഞ് ബാഗും എടുത്ത് പുറത്തേക്ക് ഓടുന്നു. ഓടുന്നതിനിടയിൽ ശ്രദ്ധയില്ലാതെ റോഡ് ക്രോസ് ചെയ്യാൻ തുടങ്ങി അവളെ റെൻഷി പിടിച്ചു നിർത്തി വഴക്ക് പറയുന്നുണ്ട്. അവൾ സോറി പറഞ്ഞ് അവൻ്റെ പിടിയിൽ നിന്ന് പുറകിലേക്ക് മാറുന്നു. നിന്റെ പ്രസൻറ്റേഷൻ ഞാൻ കണ്ടിരുന്നു, വളരെ നന്നായിട്ടുണ്ട്, നീ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് അറിയാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് അവൻ പറയുന്നു. ശുഭാൻജി മറുപടിയൊന്നും പറയാതെ യാത്ര പറഞ്ഞു പോയെങ്കിലും കുറച്ച് മുന്നോട്ട് പോയി തിരിഞ്ഞെന്ന് ഞാൻ മാത്രം നന്നായി ജീവിക്കണമെന്ന് നീ പറയരുത്, നമ്മൾ രണ്ടുപേരും നന്നായി ജീവിച്ചാലേ എനിക്ക് സമാധാനമാവുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവൾ വീണ്ടും തിരിഞ്ഞു കിടക്കുന്നു. ഞാനും ആ വഴിക്ക് തന്നെയാണ് എന്ന് പറഞ്ഞ് റെൻഷി അവളുടെ പുറകെ നടക്കുന്നുണ്ട്. അങ്ങനെ അവൻ അവളുടെ വീടിൻ്റെ മുൻവശത്ത് വരെ ചെല്ലുന്നുമുണ്ട്. അവൾ അകത്തേക്ക് പോയ ശേഷമാണ് അവൻ മടങ്ങിയത്. റെൻഷിയെ കാണിക്കാൻ അകത്തേക്ക് കയറിയെങ്കിലും അവൾ തിരികെ ഇറങ്ങി വന്ന് അവൻ പോകുന്നത് വിഷമത്തോടെ നോക്കി നിൽക്കുന്നുണ്ട്. അന്ന് റെൻഷിക്ക് മരുന്ന് കൊണ്ടു കൊടുക്കാനായി ലൂഷ്യൻ അവൻ്റെ വീട്ടിൽ ചെല്ലുന്നു. റെൻഷി അവനെ അകത്തേക്ക് ക്ഷണിക്കുന്നുണ്ട്. ആശുപത്രിയിലേക്ക് തിരികെ ചെല്ലാൻ ഡോക്ടർ നിർബന്ധിക്കുന്നുണ്ടെന്ന് ലൂഷ്യൻ അറിയിച്ചപ്പോൾ ആശുപത്രിയിൽ പോയി കിടന്നാലും എൻ്റെ അവസ്ഥയ്ക്ക് മാറ്റമൊന്നും വരാൻ പോകുന്നില്ല എന്ന് നിനക്കറിയുമല്ലോ. ഇതുവരെ യഥാർത്ഥ കുറ്റവാളി ആരാണെന്ന് അറിയാനുള്ള ധൈര്യം എനിക്കില്ലായിരുന്നു, പക്ഷേ ഇനി മടിച്ചിരിക്കാൻ ഞാൻ തയ്യാറല്ല. ശുഭാൻജിക്ക് വേണ്ടി എനിക്ക് സത്യം അറിഞ്ഞേ പറ്റുമെന്ന് റെൻഷി വിഷമത്തോടെ പറയുന്നു. അവനെ സഹായിക്കാമെന്ന് ലൂഷ്യനും വാക്ക് കൊടുക്കുന്നു. അന്ന് തന്നെ അവർ ആ ഡ്രൈവറുടെ മകനെ എന്തോ കള്ളം പറഞ്ഞൊരു സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നു. ആദ്യം അയാളൊന്നും പറയാൻ തയ്യാറായില്ലെങ്കിലും മുത്തശ്ശനെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്ന വിവരം പോലീസിൽ അറിയിക്കുമെന്ന് റെൻഷി ഭീഷണിപ്പെടുത്തിയപ്പോൾ അറിയാവുന്നതൊക്കെ പറയാൻ അയാൾ തയ്യാറാകുന്നു. സത്യത്തിൽ അപകടത്തിൻ്റെ സത്യാവസ്ഥ അവനും അറിയില്ലായിരുന്നു. അച്ഛൻ അമ്മയോട് മാത്രമേ അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നുള്ളൂ. പക്ഷെ അമ്മ ഞാൻ ചോദിക്കുമ്പോഴൊന്നും തുറന്നു പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് എന്തോ രഹസ്യമുണ്ടെന്ന് എനിക്ക് തോന്നി, അതാണ് ഞാൻ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ശ്രമിച്ചതെന്ന് അയാൾ സമ്മതിക്കുന്നു. അങ്ങനെ അവർ രണ്ടുപേരും കൂടി അയാളുടെ അമ്മയെ കാണാനായി പുറപ്പെടുന്നു. സിറ്റിയിലെ വേസ്റ്റ് എല്ലാം കൊണ്ട് ഉപേക്ഷിക്കാറുള്ള ഒട്ടും വൃത്തിയില്ലാത്തൊരു സ്ഥലത്താണ് അവൻ താമസിക്കുന്നത്. റെൻഷിയെ സംബന്ധിച്ച് അവിടേക്ക് പോകുക എന്നത് വലിയൊരു വെല്ലുവിളിയായിരുന്നു. വേണ്ട മുൻകരുതലുകൾ എടുത്തിട്ടുണ്ടെങ്കിലും ആ പരിസരം അവനെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട്. സ്ഥലമെത്തിയപ്പോൾ ലൂഷ്യാനും അവനും 2 വഴിക്ക് പിരിഞ്ഞ് അന്വേഷണം ആരംഭിക്കുന്നു. ആളെ തിരിഞ്ഞ് നടക്കുന്നതിനിടയിൽ ഒരു സ്ത്രീ പുറത്തേക്ക് ഒഴിച്ച അഴുക്കുവെള്ളം അവൻ്റെ കാലിൽ വീഴുന്നു. സോറി പറഞ്ഞുകൊണ്ട് അവരെ തുടയ്ക്കാൻ അവൻ്റെ അടുത്തേക്ക് ചെന്നെങ്കിലും അദ്ദേഹത്തെ തുടരുത് എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് അവിടെ ഓടി വന്ന ലൂഷ്യാനാണ് അത് ക്ലീൻ ചെയ്യാൻ സഹായിച്ചത്. അവരോട് അഡ്രസ്സിലുള്ള ആളെപ്പറ്റി അന്വേഷിച്ചപ്പോൾ തിരയുന്ന ആൾ അതുതന്നെയാണെന്ന് അറിയുന്നു. റെൻഷി സ്വയം പരിചയപ്പെടുത്തിയപ്പോൾ അവർ അവനെ അകത്തേക്ക് വിളിച്ച് കുടിയാൻ ചായ ഉണ്ടാക്കി കൊടുക്കുന്നു. റെൻഷി അത് കയ്യിൽ വാങ്ങിയെങ്കിലും അവിടുത്തെ വൃത്തിഹീനമായ അന്തരീക്ഷം കാരണം അവനത് കുടിക്കാൻ കഴിയുന്നില്ല. മേശപ്പുറത്ത് തിരികെ വെച്ചിട്ട് അവൻ പുറത്തേക്ക് ഓടുന്നു. പുറകെ ചെന്ന് ലൂഷ്യൻ കൈ തുടയ്ക്കാൻ ടിഷ്യൂ നൽകുന്നുണ്ട്. ഒന്ന് റിലാക്സ് ആയപ്പോൾ അവൻ തിരിച്ച് വീണ്ടും അവിടേക്ക് പോകാൻ തയ്യാറെങ്കിലും ഇന്നിനി വേണ്ട എന്ന് പറഞ്ഞ് ലൂഷ്യൻ അവൻ തടയുന്നു. BG ഗ്രൂപ്പ് ശുഭാൻജിയുടെ പ്രൊജക്ടിനെ ഫസ്റ്റ് പ്രൈസോട് കൂടി തന്നെ അംഗീകരിക്കുന്നുണ്ട്. ഹുയുവും ശുഭാൻജിയും വിവരം പറഞ്ഞ് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്നു. ചീഫ് ജിൻ റെൻഷിയുടെ മുത്തശ്ശനെയും വിളിച്ച് വിവരം പറയുന്നു. ശുഭാൻജിയാണ് പ്രൊജക്ടിന്റെ ലീഡർ എന്ന് കേട്ടത് മുത്തശ്ശൻ ഒന്നും പറയാതെ ഫോൺ കട്ട് ചെയ്യുന്നു. ഹുയുവും പ്രൊജക്റ്റ് നടപ്പിലാക്കുന്നതിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി നഴ്സിംഗ് ഹോം സന്ദർശിക്കാൻ പോകുന്നുണ്ട്. അവിടെ വെച്ചൊരു മുത്തശ്ശിക്ക് മുടി കെട്ടി കൊടുക്കാനും ഒരു മുത്തശ്ശിയുടെ ഷർട്ടിൻ്റെ ബട്ടൺ തയ്ച്ചു കൊടുക്കാനും ഒക്കെ അവർ സഹായിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് മുന്നോട്ട് നടക്കുമ്പോൾ നമുക്കും ഇവിടേക്ക് താമസം മാറ്റിയാലോ, പ്രൊജക്റ്റ് നടപ്പിലാക്കാൻ ആദ്യ പരീക്ഷണത്തിന് തയ്യാറാകാൻ എല്ലാവർക്കും മടിയായിരിക്കും, നമ്മൾ തന്നെ മാതൃക കാണിച്ചു കൊടുത്താൽ മറ്റുള്ളവർക്ക് അതൊരു പ്രചോദനമാകും എന്നൊക്കെ ഹുയു പറയുന്നു. ഹുയുവും അത് സമ്മതിക്കുന്നു. പ്രൊജക്റ്റിന് പ്രൈസ് കിട്ടിയ വിവരം റെൻഷിയോട് പറയാൻ ശുഭാൻജി പലതവണ മെസ്സേജിൽ ടൈപ്പ് ചെയ്തെങ്കിലും സെൻഡ് ചെയ്യാതെ ഡിലീറ്റ് ആക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഹുയു അവളുടെ അടുത്തേക്ക് ഓടി വന്നത്. റെൻഷിയോട് ഇക്കാര്യം പറയണ്ടേ എന്ന് ചോദിക്കാൻ തന്നെയാണ് അവനും വന്നത്. റെൻഷിയെ വിവരം അറിയിക്കാൻ അവൻ തന്നോട് ആവശ്യപ്പെടുമെന്നാണ് ശുഭാൻജി പ്രതീക്ഷിച്ചെങ്കിലും ഹുയു സ്വന്തമായി റെൻഷിയെ വിളിക്കുകയാണ് ചെയ്തത്. അവളാകെ നിരാശയാകുന്നുണ്ട്. അതിനേക്കാൾ കൂടുതൽ നിരാശ തോന്നിയത് വിവരം അറിഞ്ഞിട്ടും റെൻഷി പ്രത്യേകിച്ച് അഭിനന്ദനമൊന്നും പറയാതെ ഞാൻ നേരത്തെ അറിഞ്ഞായിരുന്നു എന്ന് മാത്രം അവൾ പറഞ്ഞത് എന്നറിഞ്ഞപ്പോഴാണ്. അഭിനന്ദനം അറിയിച്ച് അവൻ വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്യും എന്ന് കരുതി അവൾ ഫോൺ കയ്യിൽ നിന്ന് മാറ്റുന്നത് പോലുമില്ല. റെൻഷി അവളെ വിളിക്കാൻ തുനിയതാണെങ്കിലും പിന്നെ വേണ്ടെന്ന് വെക്കുന്നു. ആ സമയത്ത് ശിവാൻജിക്ക് ഒരു കോൾ വന്നപ്പോൾ ആരാണെന്ന് പോലും നോക്കാതെ അവൾ ചാടിക്കയറി ഫോൺ എടുക്കുന്നു. ജുൻജയാണെന്ന് അറിഞ്ഞപ്പോൾ അവൾ ആകെ നിരാശയാകുന്നു. അവളുടെ വിജയം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ജുൻജയും വിളിച്ചത്. അവന് ഷിയാനും കൂടി അത് സെലിബ്രേറ്റ് ചെയ്യാനായി അവളെ ട്രീറ്റ് ചെയ്യുന്നുമുണ്ട്. പക്ഷേ ജുൻജ ഷിയാന്റെ വായിൽ കേക്ക് വെച്ച് കൊടുക്കുന്നതൊക്കെ കണ്ടപ്പോൾ ശിവാൻജിക്ക് ദേഷ്യം വരുന്നു. വെറുതെ ഓരോ ന്യായം പറഞ്ഞ് അവൾ അവരോട് കുറെ ചൂടാക്കുന്നുണ്ട്. റെൻഷിയെ മിസ് ചെയ്യുന്നതാണ് അവളുടെ പ്രശ്നമെന്ന് അവർക്ക് മനസ്സിലായെങ്കിലും അവളത് അംഗീകരിച്ചെടുക്കാതെ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോകുന്നു. വഴിയിൽ എവിടെയെങ്കിലും വെച്ച് റെൻഷിയൊന്ന് കണ്ടെങ്കിൽ എന്നവൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ആഗ്രഹം കൂടിയത് കൊണ്ടാകാം അവൻ മുന്നിൽ നിൽക്കുന്ന പോലെ ഇടയ്ക്ക് അവൾക്ക് തോന്നുന്നുമുണ്ട്. റെൻഷി ഈ സമയമൊക്കെ ആ ഡ്രൈവറുടെ ഭാര്യയിൽ നിന്ന് വിവരം അറിയാനുള്ള ശ്രമങ്ങളിലായിരുന്നു. അവർ പക്ഷെ അവനോട് മിണ്ടാൻ പോലും കൂട്ടാക്കുന്നില്ല.
റെൻഷി അവരെ കൊണ്ട് മിണ്ടിക്കാൻ വേണ്ടി പുറകെ നടക്കുന്ന കൂട്ടത്തിൽ അബദ്ധത്തിൽ ഇടിച്ച് അവർ പെറുക്കിക്കൊണ്ടുവന്ന വേസ്റ്റ് കുപ്പികൾ കുറെ താഴെ വീഴുന്നു. മൈസോഫോബിയ ഒന്നും കണക്കിലെടുക്കാതെ അവൻ ആ കുപ്പികൾ പെറുക്കി തിരികെ വെച്ചു കൊടുക്കുന്നു. കുപ്പി കൊണ്ട് ഗ്ലൗസ് കീറിയപ്പോൾ അത് ഊരിക്കളഞ്ഞിട്ട് വെറും കൈ കൊണ്ട് പോലും പെറുക്കാൻ അവൻ തയ്യാറാകുന്നുണ്ട്. പക്ഷെ അപ്പോഴും അവർ ഒന്നും തുറന്നു പറയാൻ തയ്യാറായിരുന്നില്ല. എൻ്റെ മുത്തശ്ശൻ വലിയൊരു തുക നഷ്ടപരിഹാരമായി തന്നിട്ടും നിങ്ങൾ ഇപ്പോഴും ഇങ്ങനെ കഷ്ടപ്പെടുന്നത് എന്തിനാണ്? നിങ്ങളുടെ മകൻ ആർഭാടമായിട്ടാണല്ലോ ജീവിക്കുന്നതെന്നൊക്കെ അവൻ പറഞ്ഞപ്പോൾ എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല എന്നാണ് അവർ പറഞ്ഞത്. പക്ഷെ അവരുടെ മകൻ ഇപ്പോഴും ഇതിന്റെ പേരിൽ മുത്തശ്ശനെ ബ്ലാക്ക്മെയിൽ ചെയ്യുകയാണെന്ന് അറിഞ്ഞപ്പോൾ അവർ ആകെ തളരുന്നുണ്ട്. നിന്റെ മുത്തശ്ശൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എൻ്റെ ഭർത്താവ് തന്നെയാണ് അന്ന് വണ്ടി ഓടിച്ചിരുന്നത്. നിന്റെ മുത്തശ്ശൻ അദ്ദേഹത്തെ നിർബന്ധിച്ച് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയത് കൊണ്ടാണ് അന്ന് പോലീസിൽ കീഴടങ്ങാൻ അദ്ദേഹം തയ്യാറായത്. മാത്രമല്ല അദ്ദേഹം ജയിലിലായ ശേഷം ഞങ്ങളുടെ കഷ്ടപ്പാട് കണ്ട് ഞങ്ങളെ സഹായിക്കാനാണ് അത്രയും വലിയൊരു തുക അദ്ദേഹം തന്നത്. അല്ലാതെ അദ്ദേഹം തെറ്റുകാരനല്ല എന്നവർ റെൻഷി അറിയിക്കുന്നു. എൻ്റെ മകൻ ആ പണം മുഴുവൻ ചൂത് കളിച്ച് നശിപ്പിച്ചു. എന്നിട്ട് വീണ്ടും നാണമില്ലാതെ അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കാൻ ചെല്ലുകയാണല്ലോ എന്ന് പറഞ്ഞവർ കരയുന്നുണ്ട്. റെൻഷി അവരുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് കൂടെ ഇരുന്ന് സമാധാനിപ്പിക്കുന്നു. അവർ ആവശ്യപ്പെട്ടതനുസരിച്ച് ശിവാൻജിയെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യാൻ അവർ സമ്മതിക്കുന്നു. ശിവാൻജി ഓഫീസിൽ ഹുയുവിനും വീണും അപ്പോൾ ഇരിക്കുമ്പോഴാണ് അവൾക്ക് ആ മെസ്സേജ് വന്നത്. വീഡിയോ കണ്ടു കഴിഞ്ഞതും അവൾ പുറത്തേക്ക് ഓടുന്നു. വീഡിയോയിലെ ബാക്ക്ഗ്രൗണ്ട് കണ്ടപ്പോഴേ സ്ഥലം ഏതാണ് എന്ന് അവൾക്ക് മനസ്സിലായിരുന്നു. അവിടെ എത്തി കുറെ ഓടി നടന്ന് അന്വേഷിച്ച ശേഷമാണ് അവൾ റെൻഷിയെ കണ്ടത്. രണ്ടുപേരും കൂടി ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴേക്കും റെൻഷി ബോധം കെട്ട് താഴെ വീഴുന്നു. ശിവാൻജി കരഞ്ഞുകൊണ്ട് അവനെ കുലുക്കി ഉണർത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നടക്കുന്നില്ല. എങ്ങനെയോ അവൾ അവനെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നുണ്ട്. റെൻഷിയുടെ അമ്മയും ലൂഷ്യാനും കൂടി കാണാനെത്തിയപ്പോഴും അവന് ബോധം വീണിരുന്നില്ല. മരുന്ന് ഓവർഡോസ് കഴിച്ചതാണ് പ്രശ്നമായതെന്ന് ഡോക്ടർ പറഞ്ഞു എന്ന് ശിവാൻജി പറഞ്ഞപ്പോൾ ഇത് എൻ്റെ കുഴപ്പമാണ്. നിങ്ങൾ ബ്രേക്കപ്പ് ആയ ശേഷം റെൻഷിയുടെ കണ്ടീഷൻ വളരെയധികം മോശമായിരുന്നു. ഡോസ് കൂട്ടാൻ ഞാൻ പറഞ്ഞെങ്കിലും അവൻ അമിതമായി ഉപയോഗിക്കുമെന്ന് ഞാൻ കരുതിയതല്ല. സത്യം അറിയാൻ വേണ്ടിയുള്ള അന്വേഷണത്തിലാണ് അവനിപ്പോൾ ഓവറായി മരുന്ന് കഴിച്ചത് എന്നൊക്കെ ലൂഷ്യൻ പറയുന്നു. ഡോക്ടറോട് സംസാരിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് അവൻ പുറത്തേക്ക് പോകുന്നുണ്ട്. റെൻഷിയുടെ അമ്മ ശിവാൻജിയെ പുറത്തേക്ക് കൊണ്ടുപോയി അവളുടെ അമ്മയുടെ അപകടത്തെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയെങ്കിലും ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട ആവശ്യമില്ല. ഞാൻ സത്യം അറിഞ്ഞു കഴിഞ്ഞു. ഓവറായി റിയാക്ട് ചെയ്ത് ഞാനാണ് റെൻഷിയെ ഈ അവസ്ഥയിലാക്കിയത് എന്നവൾ കുറ്റബോധത്തോടെ പറയുന്നു. അവൻ്റെ മൈസോഫോബിയയുടെ പ്രധാന കാരണം വീട്ടിൽ നിന്നുള്ള സ്നേഹം കിട്ടായികയാണ്. ജീവിതത്തെക്കുറിച്ച് അവന് ഒരു സുരക്ഷിതത്വ ബോധമില്ലായ്മയാണ്. അതിന് കാരണക്കാരൻ മുത്തശ്ശൻ തന്നെയാണ് എന്നൊക്കെ അവർ തമ്മിൽ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് ലൂഷ്യൻ ഡോക്ടറെ കണ്ട് മടങ്ങി വന്നത്. റെൻഷിക്ക് മുത്തശ്ശനോടുള്ളത് വെറുപ്പല്ല, മറിച്ച് അവൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതും അംഗീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്നതുമൊക്കെ മുത്തശ്ശനാണ്. പക്ഷെ വർഷങ്ങൾ കടന്നു പോയതോടെ അവനത് തിരിച്ചറിയാൻ കഴിയാതെയായി. മുത്തശ്ശന്റെ ഭാഗത്ത് നിന്ന് അവനെ അംഗീകരിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റം ഉണ്ടായാൽ മാത്രമേ അവന്റെ പ്രശ്നത്തിന് പരിഹാരമാവുകയുള്ളൂ എന്ന് ലൂഷ്യൻ അവരോട് പറയുന്നു. മുത്തശ്ശൻ ഈഗോ കുറച്ച് കൂടുതലുള്ള കൂട്ടത്തിലാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ കൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യിക്കാൻ സാധിക്കുമെന്ന് അറിയില്ല എന്ന് അമ്മ പറഞ്ഞപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് ശ്രമിച്ചു നോക്കാമെന്ന് ശിവാൻജി പറയുന്നു. അമ്മയും ലൂഷ്യാനും പോയ ശേഷം ശിവാൻജി റെൻഷിക്കരിയിൽ ഇരിക്കുമ്പോഴാണ് അവന് ബോധം വന്നത്. ഇനി എന്നെ വിട്ട് പോകരുത് എന്ന് പറഞ്ഞ് അവൻ അവളുടെ കയ്യിൽ പിടിക്കുന്നു. അവൾ അവൻ്റെ നെഞ്ചിലേക്ക് കിടന്നുകൊണ്ട് സോറി പറയുന്നുണ്ട്. അമിതമായി റിയാക്ട് ചെയ്ത് കാര്യങ്ങൾ ഇത്ര വഷളാക്കിയത് ഞാനാണ്. ഇതുമായി നിനക്ക് യാതൊരു ബന്ധവുമില്ലായിരുന്നു. എന്നിട്ട് ഞാനത് വിശ്വസിച്ചില്ല എന്നൊക്കെ പറഞ്ഞവൾ കരയുന്നുണ്ട്. റെൻഷി അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചിട്ട് ആശ്വസിപ്പിക്കുന്നു. ഇനി ഒരിക്കലും നിന്നെ കരയിക്കില്ല എന്ന് പ്രോമിസ് ചെയ്ത് കൊടുത്തിട്ട് അവൻ അവളെ കിസ് ചെയ്യുന്നുണ്ട്. ശിവാൻജി അടുത്ത ദിവസം ധൈര്യം സംഭരിച്ച് റെൻഷിയുടെ മുത്തശ്ശനെ പോയി കണ്ട് അവൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചും എങ്ങനെ ഇത് മാറ്റിയെടുക്കാൻ കഴിയുമെന്നതൊക്കെ തുറന്ന് സംസാരിക്കുന്നു. അവൻ്റെ മൈസോഫോബിയ മാറ്റാൻ മുത്തശ്ശൻ വിചാരിച്ചാൽ മാത്രമേ നടക്കൂ. മുത്തശ്ശൻ്റെ അംഗീകാരമാണ് അവൻ ഏറ്റവും കൂടുതൽ വേണ്ടത്. അതിനെക്കുറിച്ച് നന്നായി ഒന്ന് ചിന്തിക്കാൻ പറഞ്ഞിട്ടാണ് അവൾ പോയത്. റെൻഷി ഡിസ്ചാർജായി വീട്ടിലെത്തിയിരുന്നതിനാൽ അവിടേക്കാണ് അവൾ പോയത്. ഹുയുവും റെൻഷിയുടെ അസുഖം ഭേദമായി തിരികെ വരാൻ ആശംസിച്ചുകൊണ്ട് ഒരു ബൊക്കെ അവളുടെ കയ്യിൽ കൊടുത്തു വിട്ടിരുന്നു. അതിലെ പൂക്കൾ വെള്ളത്തിലിട്ട് വയ്ക്കുന്ന കൂട്ടത്തിൽ റെൻഷിയുടെ ബർത്ത്ഡേ അടുത്തില്ലേ, എന്ത് ഗിഫ്റ്റാണ് വേണ്ടത് എന്ന് അവൾ ചോദിക്കുന്നു. ഞാൻ എൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കാറില്ല എന്ന് റെൻഷി പറഞ്ഞപ്പോൾ കുട്ടിക്കാലത്തും ആഘോഷിച്ചിട്ടില്ലേ എന്ന് അവൾ ചോദിക്കുന്നു. കുട്ടിക്കാലത്ത് അമ്മ വിദേശത്തായിരുന്നതിനാൽ മുത്തശ്ശൻ ജോലി കഴിഞ്ഞ് വരുന്നതിന് കാത്ത് ബർത്ത്ഡേ ആഘോഷിക്കാൻ ഞാൻ വെയിറ്റ് ചെയ്യാറുണ്ടായിരുന്നു. പക്ഷേ മുത്തശ്ശൻ അത് ഓർക്കാർ പോലുമില്ല. അമ്മ കൊടുത്തയച്ച സമ്മാനങ്ങളാണ് അവൻ ആകെ കിട്ടിയിട്ടുള്ളത്. മുത്തശ്ശൻ വന്നിട്ട് ഞാൻ ബർത്ത്ഡേ ആഘോഷിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് വാശി പിടിച്ചിരുന്ന സത്യത്തിൽ അവനൊരു ബർത്ത്ഡേയും ആഘോഷിച്ചിട്ടില്ല. എങ്കിലും ആഘോഷിച്ചിട്ടുണ്ട് എന്നാണ് അവൻ ശിവാൻജിയോട് പറഞ്ഞത്. ബർത്ത്ഡേക്ക് ആഘോഷിക്കാനും മാത്രം പ്രാധാന്യമുള്ളതായി തോന്നിയിട്ടില്ല. കേക്ക് കഴിക്കാനും ഗിഫ്റ്റ് കൊടുക്കാനും ഒക്കെ മറ്റു ദിവസങ്ങളിലും പറ്റുമല്ലോ. ബർത്ത്ഡേ ആഘോഷിക്കാൻ താല്പര്യമില്ലാത്ത പോലെ അവൻ പറയുന്നു. പക്ഷേ ആരുടെ ബർത്ത്ഡേ ആണെങ്കിലും ആഘോഷിക്കുന്നത് എനിക്കിഷ്ടമുള്ള കാര്യമാണ്. അതുകൊണ്ട് ഇപ്രാവശ്യം എനിക്ക് വേണ്ടി ബർത്ത്ഡേ ആഘോഷിച്ചേ പറ്റൂ. നീ കുട്ടിക്കാലം മുതൽ വളർന്ന വീട് എങ്ങനെയാണെന്ന് എനിക്ക് അറിയാൻ കൊള്ളാമെന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് നിന്റെ വീട്ടിൽ വെച്ച് ഈ ബർത്ത്ഡേ ആഘോഷിക്കാം എന്നവൾ അവനെ കൊണ്ട് പറഞ്ഞ് സമ്മതിപ്പിക്കുന്നു. റെൻഷിയോടുള്ള മുത്തശ്ശന്റെ സമീപനം തെറ്റാണെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ അവൻ്റെ അമ്മ ഒരു പണി ഒപ്പിക്കുന്നുണ്ട്. ആരോഗ്യത്തിന് ഇതാണ് നല്ലതെന്ന് പറഞ്ഞ് ഒട്ടും എരിവും പുളിയും ഒന്നും ഉപയോഗിക്കാതെയുള്ള ഭക്ഷണം അദ്ദേഹത്തിനായി തയ്യാറാക്കുന്നു. മുത്തശ്ശന് കുറച്ച് എരിവും പുളിയും ഒക്കെ ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. ആ ഭക്ഷണം തനിയെ കഴിക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് കുറച്ച് ആൽക്കഹോൾ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞപ്പോൾ അമ്മ പാവയ്ക്കയും മറ്റു ചില പോഷകങ്ങളും കൂടി ചേർന്ന ജ്യൂസ് കൊണ്ട് കൊടുത്തിട്ട് ആരോഗ്യത്തിന് ഇതാണ് നല്ലത്, ഇത് കുടിച്ചാൽ മതി എന്ന് പറയുന്നു. മുത്തശ്ശന് ദേഷ്യം സഹിക്കാൻ വയ്യാതെയാകുന്നു. എനിക്ക് വേണ്ടി നീ കാര്യങ്ങൾ അറേഞ്ച് ചെയ്യേണ്ട, നീ ശരിക്കും എന്നെ കെയർ ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള ഭക്ഷണമാണ് ഉണ്ടാക്കി തരേണ്ടതെന്ന് അദ്ദേഹം പറയുന്നു. മറ്റുള്ളവരുടെ ഇഷ്ടത്തിന് നടക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് ഇപ്പോഴെങ്കിലും മനസ്സിലായോ? അച്ഛൻ റെൻഷിയോട് എപ്പോഴും ഇങ്ങനെയല്ലേ ചെയ്യാറുള്ളത്. അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞ് അവന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ അവനെ നിർബന്ധിക്കുമ്പോൾ അവനുണ്ടാകുന്ന ഫീലിങ്സ് എങ്ങനെയാണെന്ന് ഒരിക്കലെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ എന്നവർ ചോദിക്കുന്നു.
നിന്റെ മകനെ സപ്പോർട്ട് ചെയ്യാനായിരുന്നു നീ ഇത്രയൊക്കെ കാണിച്ചു കൂട്ടിയത്. എങ്കിൽ ഞാൻ ഇത് കഴിച്ചോളാമെന്ന് പറഞ്ഞ് മുത്തശ്ശൻ ഫുഡ് മുഴുവൻ കഴിക്കുന്നുണ്ട്. ജുൻജ ഷിയാന്റെ ഒപ്പം ഇരുന്ന് കോളേജിലേക്കുള്ള എന്തോ പ്രിപ്പയർ ചെയ്യുകയാണ്. ഇടയ്ക്ക് അവൻ ബാത്റൂമിൽ പോയ സമയത്ത് വിദേശത്തേക്ക് പഠിക്കാൻ പോകാനുള്ള ഓഫർ അവൻ്റെ മെയിലിൽ കിടക്കുന്നത് ഷിയാൻ കാണുന്നു. അവൻ തിരിച്ചു വന്നപ്പോൾ അവൾ അതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. ടീച്ചർ എക്സ്ചേഞ്ച് ചെയ്ത് പഠിക്കാൻ പോകുന്നതിനെ കുറിച്ച് സൂചിപ്പിച്ചിരുന്നു. ഞാൻ പക്ഷേ ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല. നിങ്ങളെയൊക്കെ വിട്ടുപോകാൻ എനിക്ക് താല്പര്യമില്ലെന്ന് അവൻ പറയുന്നു. നിന്നെ ഞങ്ങളും ഒരുപാട് മിസ് ചെയ്യും. പക്ഷേ അതിൻ്റെ പേരിൽ നല്ല അവസരങ്ങൾ പാഴാക്കരുത്. നിനക്കതിന് കഴിവുണ്ടെന്ന് തോന്നിയത് കൊണ്ടല്ലേ നിന്റെ ടീച്ചർ കാര്യം പറഞ്ഞത്. ഇംഗ്ലീഷ് പഠിക്കാനും മറ്റും ഞാൻ സഹായിക്കാം. അവിടെ എത്തിക്കഴിഞ്ഞ് വേറെ പെൺപിള്ളേരെ കാണുമ്പോൾ എന്നെ മറക്കാതിരുന്നാൽ മതി എന്ന് ഷിയാൻ പറയുന്നു. എനിക്ക് നിന്നോടല്ലാതെ മറ്റാരോടും ഇന്നുവരെ ഇഷ്ടം തോന്നിയിട്ടില്ല. അതുകൊണ്ട് അക്കാര്യത്തിൽ പേടിക്കേണ്ടെന്ന് അവൻ അവളോട് പറയുന്നുണ്ട്. റൻഷിയുടെ ബർത്ത്ഡേ ദിവസം ശുഭാൻജി അവനെയും കൊണ്ട് മുത്തശ്ശൻ്റെ വീട്ടിലേക്ക് പോകുന്നു. പക്ഷേ ഗേറ്റിന് മുന്നിലെത്തിയപ്പോൾ തന്നെ കൈപ്പേറിയ അനുഭവങ്ങളുടെ ഓർമ്മകൾ കാരണം അവൻ അകത്തേക്ക് കയറാൻ മടിച്ചു നിൽക്കുന്നുണ്ട്. ശുഭാൻജി അവൻ്റെ കയ്യിൽ പിടിച്ച് ധൈര്യം നൽകിക്കൊണ്ട് അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നു. അവൻ്റെ അമ്മ ഫുഡൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുകയായിരുന്നു. മുത്തശ്ശനും അവർക്കൊപ്പം കഴിക്കാൻ വന്നിരിക്കുന്നുണ്ട്. മുത്തശ്ശനും റൻഷിക്കും തനിച്ച് സംസാരിക്കാൻ ഒരു അവസരം ഉണ്ടാക്കാൻ വേണ്ടി അമ്മ സൂത്രത്തിൽ ശുഭാൻജിയെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് മാറുന്നു. റൻഷിക്ക് മുത്തശ്ശൻ്റെ അടുത്ത് തനിച്ചിരിക്കാൻ ശരിക്കും മടിയുണ്ടായിരുന്നു. പക്ഷേ മുത്തശ്ശൻ എപ്പോഴത്തെയും പോലെ പരുക്കനായല്ല അവനോട് സംസാരിച്ചത്. നീ എന്നാണ് ക്ലീൻ ഫസ്റ്റിലേക്ക് തിരിച്ചു വരുന്നത്? കമ്പനിക്ക് നിന്നെ ആവശ്യമാണ്. നിന്റെ ഇത്ര നാളത്തെയും അധ്വാനത്തെ ഞാൻ വില കുറച്ച് കണ്ടത് തെറ്റായിപ്പോയി. നിന്റെ കമ്പനിയും നിന്റെ സ്റ്റാഫും എല്ലാം വളരെ മിടുക്കരാണ്. അത് ഈ നിലയിൽ എത്തിക്കാൻ കഴിയുന്നത് നിന്റെ മിടുക്കാണ് എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശൻ അവനെ അഭിനന്ദിക്കുന്നുണ്ട്. കൂടാതെ അവനെ മറ്റൊരു മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഒരു ബോക്സ് അവന് കാണിച്ചു കൊടുത്തിട്ട്, കുട്ടിക്കാലം മുതൽ നിന്റെ ഓരോ ബർത്ത്ഡേക്കും നൽകാനായി ഞാൻ വാങ്ങിവെച്ച സമ്മാനങ്ങളാണ് ഇതൊക്കെ. എല്ലാം എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ട് ഞാൻ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. അന്ന് നിനക്ക് തരാൻ എനിക്ക് കഴിയാതിരുന്നത് എൻ്റെ തെറ്റാണ്. ഇതിപ്പോൾ ഇവിടെ ഒരു അധികപ്പറ്റാണ്. ഇത് നിനക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്തോളാൻ പറഞ്ഞിട്ട് മുത്തശ്ശൻ അവിടെ നിന്ന് പോകുന്നു. റൻഷി അത് കണ്ടപ്പോൾ തന്നെ ശരിക്കും ഹാപ്പി ആയിരുന്നു. ഞാനിത് സൂക്ഷിച്ചു വെക്കുമെന്ന് പറഞ്ഞ് അവനത് എടുക്കുന്നുണ്ട്. മുത്തശ്ശൻ മനസ്സ് തുറന്ന് സംസാരിച്ചതോടെ റൻഷിയുടെ വിഷമം ഏകദേശം മാറിയിരുന്നു. അതിനുശേഷം അവർ എല്ലാവരും ഒരുമിച്ചിരുന്ന് സന്തോഷത്തോടെ ആഹാരം കഴിക്കുന്നുണ്ട്. അപ്പോഴും മുത്തശ്ശൻ അവനോട് സ്നേഹത്തോടെ സംസാരിക്കുന്നു. സന്തോഷം കൊണ്ട് അമ്മയുടെ കണ്ണു നിറയുന്നുണ്ട്. പരസ്പരം ഭക്ഷണം പങ്കുവച്ചും മനസ്സ് തുറന്ന് സംസാരിച്ചും റൻഷിയുടെ ആ ബർത്ത്ഡേ അവർ ആഘോഷിക്കുന്നു. റൻഷിയുടെ ഓർമ്മയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ദിവസം. ഭക്ഷണം കഴിഞ്ഞ് മുത്തശ്ശൻ ശുഭാൻജിയെ തനിച്ച് മാറ്റി നിർത്തി സംസാരിക്കുന്നു. BG ഗ്രൂപ്പിൽ അവതരിപ്പിച്ച് സമ്മാനം വാങ്ങിയ നഴ്സിംഗ് ഹോമിന് വേണ്ടിയുള്ള പ്രൊജക്ടിന്റെ പേരിൽ അദ്ദേഹം അവളെ അഭിനന്ദിക്കുന്നു. മുമ്പ് റൻഷിയുടെ പണം തട്ടിയെടുക്കാൻ വന്നവളാണ് എന്ന രീതിയിൽ കണ്ട് അവളുടെ വീട്ടിൽ ചെന്ന് മോശമായി സംസാരിച്ചതിന് അദ്ദേഹം ക്ഷമ പറയുന്നുമുണ്ട്. റൻഷിയോടുള്ള സ്നേഹം കൊണ്ടാണ് മുത്തശ്ശൻ അങ്ങനെ ചെയ്തതെന്ന് എനിക്കറിയാം. മുത്തശ്ശൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലും ഇങ്ങനെ തന്നെ ചെയ്യുകയുള്ളൂ എന്നവൾ പറയുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ഏതെങ്കിലും കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വേഗം തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ കൂടി അമർത്തുക.